ഓരോ ദിവസവും ശബരിമലയിൽ ഇങ്ങനെ ആളുകളുടെ തിരക്ക് കൂടുമ്പോൾ അതിനനുസരിച്ച് അവിടെ മാലിന്യവും കുന്നുകൂടുകയാണ്. ഈ മാലിന്യം അത്രയും കൃത്യമായ ഏകോപനത്തോടെയാണ് സന്നിധാനത്ത് തന്നെ സംസ്കരിക്കുന്നത്. ശബരിമലയിലെ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് നടക്കുന്നത്? ഇത്രയേറെ തീർത്ഥാടകർ എത്തുന്നതല്ലേ, എങ്ങനെയാണ് അവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ജില്ലാ ഭരണകൂടം നിയോഗിച്ചിട്ടുള്ള വിശുദ്ധി സേന 5 ട്രാക്ടറുകളിലായി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കുപ്പത്തൊട്ടുകളിൽ നിറയുന്ന ഈ മാലിന്യങ്ങൾ ശേഖരിക്കും. മരക്കൂട്ടം മുതലുള്ള മാലിന്യം അത്രയും ശേഖരിച്ച് ട്രാക്ടറുകൾ നേരെ പാണ്ടിത്താവളത്തിലേക്ക്. ഒരു ദിവസം 30 തവണയാണ് ഇങ്ങനെ മാലിന്യ ശേഖരണം. മാലിന്യങ്ങൾ പ്ലാന്റിലെത്തിച്ച് വേർതിരിച്ചു കഴിഞ്ഞാൽ ജൈവ മാലിന്യങ്ങൾ തുമ്പൂർ മുഴി കമ്പോസ്റ്റിലേക്കും അജൈവ മാലിന്യങ്ങൾ ഇൻസിനറേറ്ററിലേക്കും പോകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 3 ഇൻസിനറേറ്ററുകളുണ്ട്. ഒന്നിൽ 300 കിലോ മാലിന്യം 1 മണിക്കൂറിൽ സംസ്കരിക്കുമ്പോൾ മറ്റു 2 ഇൻസിനറേറ്ററുകളിൽ 200 കിലോ വീതം ഒരേ സമയം കത്തിക്കാം. ഇരുമുടിക്കെട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് സംസ്കരണത്തിൽ വലിയ വെല്ലുവിളിയെന്ന് 21 വർഷമായി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനായ അനൂപ് കൃഷ്ണ പറയുന്നു. ഇരുമുടിക്കെട്ടിൻ്റെ അത് കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളാണ് കൂടുതലുള്ളത്. അത് നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്. അത് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളത് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ ബുദ്ധിമുട്ട്, അത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തനും മറ്റേ നമ്മളെ ഇതിൻ്റെയൊക്കെ ഫുഡ് വേസ്റ്റുകൾ ഹോട്ടലിൽ നിന്നുള്ളത് അത് അതുപോലെ തന്നെ കൊണ്ട് അതും ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. അതും സെഗ്രിഗേറ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് ടൈം ബീയിങ് ആയിട്ട് സാധനം ഡെയിലി വരുന്ന വേസ്റ്റ് തീർത്തു പോകാൻ കഴിയാറില്ല. അപ്പോൾ കുറച്ച് പെൻഡിങ് ആയി അങ്ങനെ വരുന്നുണ്ട്. അത് തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദേവ് ടെക്കാണ് പ്ലാന്റിന്റെ ഓപ്പറേഷനും മെയിൻ്റനൻസും. നിയന്ത്രണം ദേവസ്വം ബോർഡിന് കീഴിലുള്ള എൻവയോൺമെന്റൽ സബ് ഡിവിഷനും. ദിവസവും 1 ലക്ഷത്തോളം ഭക്തജനങ്ങൾ വരുന്ന ശബരിമല ഇത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ വിശുദ്ധി സേനയ്ക്കും അതിനടക്കമുള്ള ജീവനക്കാർക്കും വലിയൊരു പങ്കുണ്ട്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ KP ദിനേശിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18.